ജീവസന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രതിദിന ധ്യാന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 4-ാമത്തെ വചനം. പീലാത്തോസ് മഹാപുരോഹിതന്മാരോടും പുരുഷാരത്തോടും, ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. യേശു കർത്താവിൻ്റെ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും പ്രത്യക്ഷതയുമാണ് ലൂക്കോസിന്റെ സുവിശേഷം 23-ഉം 24-ഉം അധ്യായങ്ങളിലെ കേന്ദ്ര വിഷയം. 23-ാം അധ്യായത്തിൽ യേശു കർത്താവിനെ വിസ്തരിക്കുന്നതും യേശുവിനെ ക്രൂശിക്കുന്നതും യേശുവിൻ്റെ മരണവും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യേശു ക്രിസ്തു മരിച്ചു. എന്തിനു വേണ്ടിയാണ്? യേശു കർത്താവ് ചെയ്ത തെറ്റെന്താണ്? ആ കാലഘട്ടത്തിലെ ഭരണാധികാരികളോട് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു വെർഡിക്റ്റ്, തീരുമാനം, യേശു യാതൊരു തെറ്റും ചെയ്തില്ല എന്നുള്ളതാണ്. യേശുവിൻ്റെ ശത്രുക്കളും യേശുവിനെ ഇഷ്ടമില്ലാത്ത ആളുകളും എല്ലാവരും യേശു യാതൊരു തെറ്റും ചെയ്തില്ല എന്നാണ് പ്രഖ്യാപിക്കുന്നത്. നാം വായിച്ച വചനത്തിൽ പീലാത്തോസ്, അന്നത്തെ റോമൻ ഭരണാധികാരിയായിരുന്ന പീലാത്തോസ് പറയുകയാണ്, ഞാൻ ഈ മനുഷ്യനിൽ കുറ്റം ഒന്നും കാണുന്നില്ല. നിങ്ങൾ ഒരുപാട് കുറ്റം ചുമത്തുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ യേശുവിൻ്റെ മേൽ ചുമത്തുന്നുണ്ട്. പക്ഷേ പീലാത്തോസായി എനിക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നാണ്. ഒരു ഭരണാധികാരി അത്ര അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ യാതൊരു തെറ്റും ചെയ്യാത്ത യേശു കർത്താവ് എത്ര നിഷ്കളങ്കനായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമതും പീലാത്തോസ് പറയുന്ന കാര്യമുണ്ട്. അതിൻ്റെ 13-ഉം 14-ഉം വചനത്തിലേക്ക് വരുമ്പോൾ പീലാത്തോസ് മഹാപുരോഹിതന്മാരെയും പ്രമാണികളെയും ജനത്തെയും വിളിച്ചുകൂട്ടി അവരോട്, ഈ മനുഷ്യൻ ജനത്തെ മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നുവല്ലോ. ഞാനോ നിങ്ങളുടെ മുമ്പാകെ വിസ്തരിച്ചിട്ടും നിങ്ങൾ ചുമത്തിയ കുറ്റമൊന്നും കണ്ടില്ല, ഇവനിൽ കണ്ടില്ല. യാതൊരു കുറ്റവും ഇവനിൽ കണ്ടില്ല. നിങ്ങൾ ചുമത്തിയ യാതൊരു കുറ്റവും യേശുവിൽ കണ്ടില്ല. ആരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് പറയുന്നത്? മഹാപുരോഹിതന്മാരുണ്ട്, പ്രമാണിമാരുണ്ട്, ജനതയുണ്ട്. അവരുടെ മുമ്പിൽ ഭരണാധികാരി വിളിച്ചു പറയുകയാണ്, യേശു യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. മൂന്നാമത് 15-ാമത്തെ വചനത്തിൽ വീണ്ടും പീലാത്തോസ് പറയുകയാണ്, ഹേരോദാവും യാതൊരു തെറ്റും കണ്ടില്ല. കാരണം വീണ്ടും അവനെ എൻ്റെ അടുക്കൽ മടക്കി അയച്ചത് തന്നെ ഏറ്റവും വലിയ തെളിവാണ്. ഹേരോദാവ് അന്നത്തെ ഭരണാധികാരികളിൽ മറ്റൊരാളായിരുന്നു ഹേരോദാവ്. പക്ഷേ ഹേരോദാവും യേശുവിൽ യാതൊരു തെറ്റും കണ്ടില്ല. നാലാമത് വീണ്ടും പീലാത്തോസ് പറയുകയാണ്, അതിൻ്റെ 15-ാമത്തെ വചനത്തിൽ, ഇവൻ മരണയോഗ്യമായതൊന്നും പ്രവർത്തിച്ചിട്ടില്ല സ്പഷ്ടം. അത് പീലാത്തോസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ഇതുവരെയുള്ള യേശുവിൻ്റെ ജീവിതം അനലൈസ് ചെയ്തതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം പീലാത്തോസ് പറയുകയാണ്, ഇവൻ മരണയോഗ്യമായതൊന്നും പ്രവർത്തിച്ചിട്ടില്ല സ്പഷ്ടം. മരണയോഗ്യമായ തെറ്റുകളുണ്ട്, ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകളുണ്ട്, വാറുകൊണ്ട് അടുപ്പിക്കാൻ പറ്റുന്ന തെറ്റുകളുണ്ട്. പക്ഷേ ഇവർ പറയുകയാണ് യേശുവിനെ ക്രൂശിക്കുക, ക്രൂശിക്കുക, ക്രൂശിക്കുക. എന്നാൽ പീലാത്തോസിന് പറയാനുള്ള കാര്യം, മരണയോഗ്യമായതൊന്നും യേശു ചെയ്തിട്ടില്ല. അവസാനം 22-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ വീണ്ടും പീലാത്തോസ് പറയുകയാണ്, മരണയോഗ്യമായതൊന്നും അവനിൽ കണ്ടില്ല. യേശുവിൽ മരണയോഗ്യമായതൊന്നുമില്ല. മരണയോഗ്യമായതും മരിക്കുവാൻ തക്കതായ യാതൊരു തെറ്റുമില്ലാത്ത യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. 2 കൊരിന്ത്യർ 5:21 നമ്മൾ വായിക്കുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 20 മുതലുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. 1 യോഹന്നാൻ 3-ാം അധ്യായം 5-ാം വചനത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, അവനിൽ പാപം ഇല്ല. പാപമില്ലാത്ത, പാപം ചെയ്തിട്ടില്ലാത്ത, പാപം അറിഞ്ഞിട്ടില്ലാത്ത യേശു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു. എത്ര നിസ്തുലമായ സ്നേഹം! ഈ സ്നേഹത്തിന് മുമ്പിൽ നാം നമ്രശിരസ്കരായി നിൽക്കുകയല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ യാതൊരു വിധമായ തെറ്റും ചെയ്യാത്ത യേശുവിനെ ജനങ്ങളുടെ ഇഷ്ടം പോലെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. അതാണ് നമ്മൾ വായിക്കുന്നത് 23-ാമത്തെ വചനത്തിൽ. അവരോ അവനെ ക്രൂശിക്കേണ്ടതിന് ഉറക്കെ മുട്ടിച്ചോദിച്ചു. അവരുടെ നിലവിളി ഫലിച്ചു.
അവരുടെ അപേക്ഷ പോലെ ആകട്ടെ എന്ന് പീലാത്തോസ് വിധിച്ചു. യാതൊരു തെറ്റും ചെയ്യാത്ത യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു. എന്നാൽ നാം ഒരു കാര്യം ഓർക്കണം. പാപികളായി ദൈവത്തിൽ നിന്ന് വളരെ അകലപ്പെട്ടവരായ എന്നെയും നിങ്ങളെയും പ്രതി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ഞാൻ നിങ്ങൾ നിത്യമായ നരകത്തിൽ അനുഭവിക്കേണ്ട എല്ലാ വിധികളും എല്ലാ ശിക്ഷകളും ഏറ്റെടുത്തുകൊണ്ട് യേശു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഈ സ്നേഹം എത്ര വലുതാണ്! അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയിരിക്കുന്നത്, ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ള അകലം ഉയരം ആഴം അപ്രമേയമായി. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉയരവും ആഴവും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നതിനേക്കാളപ്പുറമാണ്. ഞാനും നിങ്ങൾ നിത്യമായ നരകത്തിൽ അനുഭവിക്കേണ്ട എല്ലാ വിധികളും എല്ലാ ശിക്ഷകളും കർത്താവായ യേശു ക്രിസ്തു സ്വയം ഏറ്റെടുത്ത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. യാതൊരു തെറ്റും ചെയ്യാത്ത യേശു 2 കള്ളന്മാരുടെ മുമ്പിൽ ഒരു പെരുങ്കള്ളനെ പോലെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യാഗമായി മാറി. ഈ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നാം അത്യുച്ചത്തിൽ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാകും. നമുക്ക് ദൈവത്തോട് നന്ദി പറയുവാൻ ഇടയാകും. ഇത്ര സ്നേഹം എരിവാൻ മനുഷ്യരിൽ എന്ത് നന്മ കണ്ടു രക്ഷകര എന്ന് പാട്ടുകാരൻ പാടിയതുപോലെ നമുക്കൊരു യോഗ്യതയുമില്ലാത്തപ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചു. ആ സ്നേഹത്തോട് ഹൃദയപരമായി നമുക്ക് നന്ദി പറയാം. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു നിമിഷം കൂടെ ഞങ്ങൾക്ക് നൽകിയുകൊണ്ട് സ്തോത്രം. ഈ ദിവസം അങ്ങേക്ക് പ്രസാദമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ മരണവും അങ്ങയുടെ ഉയർപ്പും ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നുവെന്ന് ഹൃദയം കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.